നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ.ആർ. ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജന്മദിനാഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓരോ സംഘത്തിനും 3 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. പാലിയക്കരയിൽ ടെമ്പോ ട്രാവലറും ബസ്സും കൂട്ടിയിടിച്ച അപകടം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കൈവശം വച്ചതിന് സഹോദരങ്ങളടക്കം 3 പേരെ മുട്ടിത്തടി അയ്യങ്കോടിൽ നിന്നും പുതുക്കാട് പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. ആധുനിക കേരളത്തിൻ്റെ ആത്മാവിനെയും നവോത്ഥാന ചിന്തകളെയും രൂപപ്പെടുത്തുവാൻ നിർണായക പങ്കുവഹിച്ച മഹാചിന്തകനും ദാർശനികനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനാഘോഷം നാടെങ്ങും വിവിധ പരിപാടികളോടെ കൊണ്ടാടി. ഗുരു പ്രഘോഷിച്ചിരുന്ന സഹിഷ്ണുതയും സ്നേഹവും സമത്വവുമെന്ന ദർശനത്തിൻ്റെ സന്ദേശങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഗുരുവിൻ്റെ ഉജ്ജ്വല സ്മരണയ്ക്കായി വിവിധയിടങ്ങളിൽ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനാഘോഷം വിപുലമായ പരിപാടികളോടെ വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ കൊണ്ടാടി. 20 പൂരസെറ്റ് കരയോഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ചതയദിന ഘോഷയാത്ര വർണ്ണാഭമായി. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാഭിക്യോരാവിവൻ തോണി നിൻപദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാഭിക്യോരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയ നിന്നിടും തൃക്കു പോലുള്ളം നീല സ്പന്ദമാകണം. വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാ
വരവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. സിന്ധു ജയിക്കുക. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളണമേ, കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളണമേ, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ പദം. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ OV ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രയോഗം പ്രസിഡന്റ് KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK സുനിൽ ബാബു, ഗുരുദേവ ട്രസ്റ്റ് ചെയർമാൻ MI സുരേഷ്, ട്രഷറർ MG ആനന്ദൻ, ക്ഷേത്ര മേൽശാന്തി CN വത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ ഗുരുപൂജയും പതാക ഉയർത്തലും നടന്നു. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രവാചകരിൽ പ്രമാണികനും ആദർശശാലികളിൽ അത്യുത്തമനും ഋഷികളിൽ ആധുനികനുമായ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തിയോടനുബന്ധിച്ച് വരാക്കര ദേവിയുടെ തിരുമുറ്റത്ത് ഒത്തുചേർന്ന ശ്രീനാരായണർക്കൊപ്പം ഈ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അത് ഗുരുപരമ്പരയുടെ അനുഗ്രഹമെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ പഴയകാലത്ത് വഴി നടക്കാൻ പോലും സാഹചര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം വലിയൊരു സാമൂഹിക മാറ്റം വരുത്തിയ ഗുരുദേവൻ അരിയപ്പുറത്തെ പ്രതിഷ്ഠയോടുകൂടി നമുക്കറിയാം കേരളത്തിലുണ്ടായ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയത്. ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ നടത്താനുള്ള അവകാശമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കീഴ്ജാതി പിന്നോക്ക സമുദായങ്ങൾക്ക് എല്ലാ ആത്മീയതയോടുകൂടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും അവ കേട്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി നമ്മളുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്.
ചതയ ദിനത്തോടനുബന്ധിച്ച് Nctv യോഗം പന്തലൂർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും ഘോഷയാത്രയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് NS ശിവരാമൻ, സെക്രട്ടറി KK രാജൻ, KS ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ശിവശക്തി കലാവേദി പന്തലൂർ, അടിച്ചിലി സൗവർണിക വനിതാ ഓണക്കളി സംഘം എന്നീ ടീമുകളുടെ ഓണക്കളിയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. പാലിയക്കരയിൽ ടെമ്പോ ട്രാവലറും ബസ്സും കൂട്ടിയിടിച്ച അപകടം. 5 പേർക്ക് പരിക്കേറ്റു. ട്രാവലറിലെ യാത്രക്കാരായ 4 പേർക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്ക്. ഇതിൽ ബസ് ഡ്രൈവർക്കും ട്രാവലറിലെ യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. മടവാക്കരയിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് പോയിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച ബസ് U-ടേൺ തിരിയുന്നതിനിടെ ട്രാവലറിൽ ഇടിക്കുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നവരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് സംഘം ഗുരുവായൂരിലേക്ക് പോയത്. 16 പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ മുൻവശത്തിരുന്നവർക്കാണ് പരിക്ക്. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ടെമ്പോ ട്രാവലറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു. അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ എത്തിച്ചാണ് നീക്കിയത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓരോ സംഘത്തിനും 3 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നഗരത്തിൽ തിങ്കളാഴ്ച പുലിക്കളി നടത്തുന്നതിനാൽ രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തേക്കിൻകാട് മൈതാനി, നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. അത്യാവശ്യ സാഹചര്യത്തിനല്ലാതെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാൻ സഹകരിക്കണം. പുലിക്കളി കാണുവാനെത്തുന്നവർ തേക്കിൻകാട് മൈതാനിയിലും ഫുട്പാത്തിലും സുരക്ഷിതമായ സ്ഥലത്തു നിന്ന് ആസ്വദിക്കണമെന്നും പോലീസ് അറിയിപ്പ് നൽകി. പുലിക്കളി മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 8-ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പുലിക്കളിയുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ആമ്പലൂരിൽ കോൺഗ്രസ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കലാകായിക പരിപാടികളും ഓണസദ്യയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. മണ്ണമ്പേട്ട ഫ്രാൻസിസ് അസീസി യൂണിറ്റ് ഏഞ്ചൽ സ്ട്രീറ്റ് വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജൂബി ജോഷി അധ്യക്ഷത വഹിച്ചു. കലാപരിപാടികളും തിരുവാതിരക്കളിയും അരങ്ങേറി. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ പോലീസ് നരാധമന്മാർക്കെതിരെ ഇവിടെ സമരത്തിൽ വന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ വാണിരുന്ന ഒരു SI രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന് സഹോദരങ്ങളടക്കം 3 പേരെ മുട്ടിത്തടി അയ്യങ്കോടിയിൽ നിന്നും പുതുക്കാട് പോലീസ് പിടികൂടി. സഹോദരങ്ങളായ നെടുപുഴ വാണിയം വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണു, 33 വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവരും തൃശൂർ പൂത്തോൾ പാറയിൽ വീട്ടിൽ 31 വയസ്സുള്ള ജിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് രാസലഹരി, MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, നിട്രസെപം ഗുളികകൾ കൂടാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. വിഷ്ണുവിനെതിരെ 7ഉം ശ്രീകുട്ടനെതിരെ 12 ക്രിമിനൽ കേസുകളുമുണ്ട്. ജിയാസ് 4 കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കലൂർ ആലങ്ങാട് ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KT ടോമി അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി. സംഘം വൈസ് പ്രസിഡന്റ് സുരേഷ് കുടപ്പുള്ളി, സെക്രട്ടറി KG ശരണ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു.
സംഘം എന്ന് പറയുമ്പോൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ നിർണയിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് സഹകരണ സംഘങ്ങൾ. ഇപ്പൊക്കെ സഹകരണ സംഘങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കുറെ കാലങ്ങളായി CEO വർഗീസേട്ടൻ എന്ന ഇവിടുത്തെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അന്നത്തെ ഭരണസമിതി വളരെ നല്ല രീതിയിൽ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചുള്ള ഏറ്റവും നല്ല രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുകയും ആ കെട്ടിടത്തിന്റെ താഴത്തെ ഭാഗം വളഘടനാശ്രീകൾ വിൽപ്പനയ്ക്കും അന്ന് മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അഭിമാനമായിരുന്നു അത്. BJP മറ്റത്തൂർ പഞ്ചായത്ത് 18-ാം വാർഡ് കൺവെൻഷൻ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, PG ജയൻ, PC ബൈജു, സുധീർ വെട്ടിയാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമം ഉൾപ്പെടെ 27 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി പ്രണവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള പ്രണവാണ് അറസ്റ്റിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. തിരുവോണ ദിവസം വൈകിട്ട് എടത്തുരുത്തി മുനയം ദ്വീപിൽ വെച്ച് സുഹൃത്തായ കാട്ടൂർ മുനയം സ്വദേശി കോലോത്തുംകാട്ടിൽ 28 വയസ്സുള്ള ബാലുവുമൊത്ത് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ഇതേ തുടർന്ന് പ്രണവ് ബാലുവിനെ മുളവടി കൊണ്ടും കാലുകൊണ്ടും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ബാലു ആദ്യം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ബാലുവിന് മുളവടി കൊണ്ട് അടികിട്ടിയതിൽ ചെവിയിലും തലയിലും നെറ്റിയിലും, കാലുകൊണ്ട് ചവിട്ടിയതിൽ വയറിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. തലയിൽ 8 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. ബാലുവും വിവിധ കേസുകളിൽ പ്രതിയാണ്. പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട പേരുള്ളയാളും കാട്ടൂർ, അന്തിക്കാട്, വലപ്പാട്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലെ അടിപിടി, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള കേസുകളിലടക്കം 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പ്രണവ് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും കാട്ടൂർ, കയ്പമംഗലം, അന്തിക്കാട്, ഇരിഞ്ഞാലക്കുട, ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 വധശ്രമ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കുക, അടിപിടി, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള കേസുകളിലും അടക്കം ആകെ 27 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ജില്ലയിലെ CCSIT പുതുക്കാട് സെൻട്രൽ BCA, MCA കോഴ്സുകളിലെ ഒഴിവുകളിലേക്ക് തിങ്കളാഴ്ച രാവിലെ 10-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ സർട്ടിഫിക്കറ്റുകളുമായി ഉച്ചയ്ക്ക് 2-ന് മുൻപായി നേരിട്ട് എത്തണം. SC, ST, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായി 100% ഫീസ് കൺസെഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9995814411, അടുത്ത നമ്പർ 9846927908. കല്ലൂർ കാവലൂർ സെൻറ് ആന്റണീസ് LP സ്കൂളിൽ LP അധ്യാപക സ്ഥിര നിയമന ഒഴിവിലേക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9846155316. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ. അളഗപ്പ ടെക്സ്റ്റൈൽസ് എംപ്ലോയീസ് യൂണിയൻ CITU സെക്രട്ടറിയായിരുന്ന വെണ്ടൂർ കിടങ്ങൻ ആൻഡു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ഭാര്യ സെലീന, ലിൻഡോ, സാൻഡോ എന്നിവർ മക്കളും, ലിറ്റി, ടിനു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങന്നൂർ ലാസ്റ്റ് കപ്പേളയ്ക്ക് സമീപം പുതുശ്ശേരിപ്പടി ചാമക്കാല ഏലിയ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് ചെങ്ങന്നൂർ കർമ്മലമാതാ പള്ളിയിൽ. ഭർത്താവ് പരേതനായ അന്തോണി, മറിയം, റോസിലി, തോമസ്, ഡേവിസ്, ആൻഡു, ബിജു, പരേതരായ ജോയി, ഷാജു എന്നിവർ മക്കളും, ജോർജ്, ഷീല, ആനി, റിക്സി, ജോൺ സി, പരേതനായ പൗലോസ് എന്നിവർ മരുമക്കളുമാണ്.
നന്ദിപുരം ഞെരിഞ്ഞാമ്പിള്ളി ലോനപ്പൻ്റെ ഭാര്യ എൽസി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ. ലിപ്സി, ലിപ്സൺ എന്നിവർ മക്കളും ഷാജു, സ്മിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജന്മദിനാഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓരോ സംഘത്തിനും 3 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. പാലിയക്കരയിൽ ടെമ്പോ ട്രാവലറും ബസ്സും കൂട്ടിയിടിച്ച അപകടം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കൈവശം വച്ചതിന് സഹോദരങ്ങളടക്കം 3 പേരെ മുട്ടിത്തടി അയ്യങ്കോടിൽ നിന്നും പുതുക്കാട് പോലീസ് പിടികൂടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.